ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യവസായ സ്ഥാപനത്തിലെ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്ന ഒരു യുവാവ് ഇന്റർവ്യൂവിന് വേണ്ടി ഹാജരായി. അദ്ദേഹത്തെ അധികാരികൾ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. സുമുഖനായ അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും മറ്റ് ജോലിക്കാർക്കെല്ലാം വളരെ മതിപ്പുളവാക്കുന്ന രീതിയിലുള്ളതായ പെരുമാറ്റമാണ് അവിടെ പെരുമാറിയത്. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം സ്ഥാപനത്തിന്റെ ഉടമ നിങ്ങളെ കൂടുതൽ അറിയാൻ കഴിയുന്ന 4 പേരുടെ പേരും ഫോൺ നമ്പറും നൽകണമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ അല്പം പോലും അമാന്തം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ശുശ്രൂഷകന്റെയും ഡീക്കന്റെയും സെക്രട്ടറിയുടെയും അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകന്റെയും ഒക്കെ പേരുകളും നമ്പറും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഞായറാഴ്ച ഈ സ്ഥാപനം അവധിയാണ്, ഇടദിവസങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജോലിക്കാരെ ആവശ്യം ഇടദിവസങ്ങളിലാണ്, ഞായറാഴ്ചയല്ല. അതുകൊണ്ട് ഞായറാഴ്ച നിങ്ങളെ പരിചയമുള്ളവരുടെ പേരുകളും അതുപോലെ ഫോൺ നമ്പറുമാണ് അവിടെ തന്നിരിക്കുന്നത്. അതല്ല, ഇടദിവസങ്ങളിൽ നിങ്ങളെ പരിചയമുള്ള ചിലരുടെ പേരും നമ്പറുമാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് നിരവധി പേരെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞായറാഴ്ച ഭക്തന്മാരാണവർ, ഞായറാഴ്ച ഭക്തരാണവർ. അതുപോലെ തന്നെ അവർ നല്ല സ്വഭാവം കരെടുക്കുന്നതായ സമയമാണ്, അവർ സൽസ്വഭാവികളായി തീരുന്ന ദിവസമാണ് മിക്കവാറും ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത്. എന്നാൽ ഇടദിവസങ്ങളിൽ അവരുടെ സ്വഭാവം എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഞായറാഴ്ച ആയാലും മറ്റ് ഏത് ഇടദിവസങ്ങളിലായാലും ദൈവവും മനുഷ്യനും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട കാര്യം മറന്നു പോകരുത്. ഏതു സമയത്തും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്ന നല്ല സ്വഭാവത്തിന്, നല്ല ജീവിതം കാഴ്ചവെക്കുന്നവരായിരിക്കണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഞാൻ നിങ്ങളെ ബൈബിളിൽ നിന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ്. അവിടെ ഞാനൊരു ഭാഗം വായിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യ സംബന്ധിച്ച് ദാനിയേലിനോട് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാനിയേൽ പ്രവചനത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അതായത് പാർസി രാജാവായിരുന്ന കോരേശ് ഈ പാർസി രാജ്യത്തിലെ 120 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഈ 120 സംസ്ഥാനങ്ങൾക്കും 3 അതായത് ദേശാധിപതിമാരെ ഈ കോരേശ് നിയമിച്ചു. ഈ 3 ദേശാധിപതിമാരിൽ പ്രമുഖ സ്ഥാനം ദാനിയേലിന് കൊടുത്തു. അതുകൊണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ഈ ദാനിയേലിനോട് അസൂയയും പകയും തോന്നി. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള പരിശ്രമമാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ദാനിയേൽ വിരോധമായി കാരണം കണ്ടെത്തുവാൻ അവർ അന്വേഷിച്ചു, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏതെങ്കിലും രാജ്യ സംബന്ധമായിരിക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ഒരു കുറ്റം ഈ മനുഷ്യനിൽ കാണാനായിട്ട് കഴിയുന്നില്ല. ഒരു കുറ്റം കണ്ടെത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രാജാവിനോട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല, ഇദ്ദേഹം നല്ല സ്വഭാവത്തിനുടമയായതുകൊണ്ട് ദാര്യാവേശ് രാജാവിന് ഇദ്ദേഹത്തോട് വലിയ താല്പര്യമാണ്. എന്നാൽ ദാനിയേലിനോട് പകയും അസൂയുമുള്ളതായ ഉദ്യോഗസ്ഥന്മാരെല്ലാവരുടെ കൂട്ടം കൂടി അവർ ദാര്യാവേശിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ദീർഘായുസ്സോടിരിക്കട്ടെ.
ഈ രാജ്യത്തുള്ളതായ ഓരോ പ്രജകളും അഥവാ 120 സംസ്ഥാനങ്ങളുള്ള എല്ലാവരും 30 ദിവസത്തേക്ക് അങ്ങയോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കണം. രാജാവ് അങ്ങനെ തന്നെ ചെയ്തു. 30 ദിവസത്തേക്ക് എന്നോടല്ലാതെ വേറൊരാളോടും പാർസി രാജ്യത്തിലെ ഒരു പ്രജ പോലും പ്രാർത്ഥിക്കാണ്ട് പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് ദേവന്മാരോടോ ദൈവങ്ങളോടോ മറ്റ് ദേവിമാരോടോ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതായിരുന്നു നിയമം. പിന്നെ അതിന് മറ്റൊരു കണ്ടീഷനോട് വെച്ചു. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവരെ സിംഹത്തിന്റെ ഗുഹയിൽ തള്ളിയിടും. അങ്ങനെ നിയമം പ്രാബല്യത്തിൽ വന്നു. അഥവാ രാജാവിനോടല്ല വേറെ ഏതെങ്കിലും ദേവന്മാരോടോ ദൈവമാരോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ആണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവനെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ട് ഇടുമെന്നുള്ളതും ആ നിയമവും അവർ പാസ്സാക്കി. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് ദാനിയേല് അറിഞ്ഞു. അതായത് ഈ 30 ദിവസത്ത് വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. യഹോവയായ ദൈവത്തോടോ അല്ലെങ്കിൽ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നാണ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ കൽപ്പന ഉണ്ടായപ്പോഴും രേഖപ്പെടുക, ഈ കൽപ്പന ഉണ്ടായപ്പോഴും ദാനിയേൽ ഭയപ്പെടാതെ മുമ്പ് ചെയ്തു വന്നതുപോലെ തന്നെ യഹോവയായ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അന്ന് അല്ലാദ്യം പ്രാർത്ഥിക്കുന്നത്, മുമ്പേ അദ്ദേഹം ചെയ്തു വന്നതുപോലെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സങ്കീർത്തനം 55:17 ദാവീദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതായത് ഒരു വ്യക്തി 3 നേരമെങ്കിലും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് യഹൂദന്റെ നിയമം. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ദാവീദിനെ പോലെ തന്നെ ദാനിയേലും അങ്ങനെ തന്നെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ദാനിയേൽ 6:21 വാക്യം നമുക്കിങ്ങനെ വായിക്കുന്നുണ്ട്, രാജാവ് മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. അഥവാ 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതായ നിയമം ലംഘിച്ചു എന്നാണ് തന്റെ അസൂയാലുക്കൾ ചെന്ന് രാജാവിനോട് അർത്ഥിച്ചത്. രാജാവ് മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചതിനാൽ ദാനിയേൽ യാതൊരു ആപത്തും കൂടാതെ രക്ഷിപ്പാനിടയായി. പ്രാർത്ഥനാ പ്രശ്നങ്ങളെ പരിഹരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ശ്രദ്ധിക്കുക, പ്രാർത്ഥന സകല പ്രശ്നങ്ങളെയും പരിഹരിക്കും. ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ഭക്തയെ മറ്റൊരു കാര്യത്തിലും കുറ്റം പറയാൻ കാരണം കിട്ടാതിരിക്കുമ്പോൾ നിന്റെ വിരോധികൾ നിന്റെ പ്രാർത്ഥനയെയും നിന്റെ ആരാധനയെയും നിന്റെ കൂടിവരവുകളെയും കുറിച്ചായിരിക്കും പരാതി ഉണർത്തിക്കുന്നത്. എന്നാൽ അവിടെ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പതിവുപോലെ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ വിരോധികളുടെ സകല കൈകളിൽ നിന്നും സകല ഗണികളിൽ നിന്നും സകല തന്ത്രങ്ങളിൽ നിന്നും നിന്നെ ദൈവം രക്ഷിക്കും. അതാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ കണ്ടത്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാതിരുന്നിട്ടും ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടു. പക്ഷേ ഇവൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ സേവിക്കുന്നത്, ആ ദൈവം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ഒരു കേടുപാട് പോലും കൂടാതെ തന്നെ സംരക്ഷിപ്പാനിടയായി. ഇതുപോലെ നിനക്കും പറ്റും. നിങ്ങളെയും കർത്താവ് സംരക്ഷിക്കും. കണ്ണുകളടയ്ക്കാൻ തല്ലവണക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കർത്താവേ, വിരോധികൾ ദാനിയേലിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവനെ ആ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുവാൻ ഇടയായിത്തീരുകയും ചെയ്തല്ലോ. എന്നാൽ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അവനെ അങ്ങ് സംരക്ഷിക്കുവാനും
രക്ഷിക്കുവാനിടയായി തീർന്നതുകൊണ്ട് അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരൻ സഹോദരി, ആ മാതാവ്, ആ പിതാവ്, ആ കുഞ്ഞ്, കർത്താവേ, വിരോധികളാൽ വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുക. അവരെ അങ്ങ് രക്ഷിക്കുമാറാകണമേ. അവരെ ആ പ്രശ്നത്തിൽ വിടുവിക്കണമേ, ആ രോഗത്തിൽ വിടുവിക്കണമേ, ആ ദുഃഖത്തിൽ വിടുവിക്കണമേ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ വിടുവിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടിയിരിക്കാൻ സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.